Draw the projection of a line capital AB 100 mm long, inclined at 45 degree to HP and 30 degree to VP. The end capital A is in HP and end capital B is in VP. Find the shortest distance between the straight line capital AB and the line of intersection of. Find the shortest distance between the straight line AB. Find the shortest distance between the straight line AB and the line of intersection of plane of projection. Okay. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ജസ്റ്റ് ഒരു ഫ്രീ ഹാൻഡ് സ്കെച്ച് വരച്ചാൽ ഇത് വി പി, ഇത് എച്ച് പി, ഇങ്ങനെ ഉണ്ടാവുക നമ്മുടെ ലൈന് ക്യാപിറ്റൽ എ ബി, ഫൈ തീറ്റ അല്ല. Draw the projection of a straight line capital AB 100 mm long. So A dash B1 dash A B1 AB A B2 A dash B2 dash A dash B dash parallel to XY, parallel to XY, straight arc. So A dash ഇത് 100, ഇതും 100. So ഇവിടെ ഓക്കെ, ഇനി നമുക്ക് തീറ്റ ഈസ് ഗിവൺ. അപ്പോൾ എ ഡാഷ് ബി വൺ ഷോ തീറ്റ ആയിരിക്കും, ഉറപ്പല്ലേ. എ ബി ടു മീൻസ് ഫൈ തന്നെ, ഫൈ ആയിരിക്കും അവിടെ മറക്കുമ്പോൾ ഫൈ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ പിരിഞ്ഞ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താകുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ എ ഡാഷ് ബി ഡാഷ് അതിൻ്റെ എലിവേഷൻ ദാറ്റ് ഈസ് ആൽഫ. താഴെ പ്രൊജക്റ്റ് ചെയ്താൽ ഇങ്ങനെ വന്നാൽ ഇത് കിട്ടും സ്മോൾ എ ബി. So this angle will be beta. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് തീറ്റ, ഇത് ഫൈ. ഓക്കെ. സോ ക്യാപിറ്റൽ എ ബി is equal to 100 millimeter long. This is the position of the observer. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വരും, വി പിയിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് എവയിലാണ് ക്യാപിറ്റൽ എ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എക്സ് വൈയിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് എബോ ആണ് ക്യാപിറ്റൽ ബി എന്നും പറഞ്ഞിട്ടില്ല. ക്യാപിറ്റൽ എ ഇസ് ഇൻ എച്ച് പി, ക്യാപിറ്റൽ ബി ഇസ് ഇൻ വി പി, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ ബി ഈസ് ഇൻ വി പി എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഈ ക്യാപിറ്റൽ ഇതിവിടെ വരും, ഇവിടെ എ ഡാഷ് വരും, ഇവിടെ സ്മോൾ ആയിട്ട് ബി ഡാഷ് വരും. പിന്നെ ഈ കാണുന്ന ലൈൻ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ ചോദിച്ചു നമുക്ക് ഇവിടെ ഇങ്ങനെ വരും. സോ ദിസ് ആംഗിൾ വിൽ ബി ആൽഫ. അപ്പോൾ അങ്ങനെ എ ഡാഷ് ബി ഡാഷ് കിട്ടിയില്ലേ. പിന്നെ മേലെ നോക്കുമ്പോൾ ക്യാപിറ്റൽ ട്രേ ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു, ദാറ്റ് ഇസ് സ്മോൾ ട്രേ. ഈ ക്യാപിറ്റൽ ബി ഇവിടെ വരും എക്സ് വൈ ലൈനിൽ തന്നെ. എക്സ് വൈ ലൈനിൻ്റെ മേലെ ബി വരിക. നൗ ഇറ്റ് ജോയിൻ ദിസ് ലൈൻ സ്മോൾ ട്രേ വിത്ത് ദാറ്റ് ഇസ് പ്ലാൻ. സോ ദിസ് ആംഗിൾ വിൽ ബി ബീറ്റ. ഇനി നമ്മൾ ഇവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ പറ്റുന്നത്. ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ട്രെയിറ്റ് ലൈൻ ക്യാപിറ്റൽ എ ബി ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ട്രെയിറ്റ് ലൈൻ എ ബി ആൻഡ് ദി ഇന്റർസെക്ഷൻ ആൻഡ് ദി ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനും അതേപോലെ സ്ട്രെയിറ്റ് ലൈൻ എ ബിയും തമ്മിൽ ഇടയിലുള്ള ആ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളെന്ത് വേണം, സൈഡ് വ്യൂ നമുക്ക് വേണം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ എക്സാമിന് സൈഡ് വ്യൂ ഇല്ലാണ്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ സൈഡ് വ്യൂ മസ്റ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് ഹാസ് ടു ബി കംസ് ഓൺ റൈറ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിൻ. സോ ഇതിൻ്റെ പേര് എക്സ് ആർ വൈ ആർ. ഇന്റർസെക്ഷൻ ഓഫ് വി പി ആൻഡ് എച്ച് പി ഇസ് ദി എക്സ് വൈ ലൈൻ. അത് നമുക്കറിയാം. ഇന്റർസെക്ഷൻ ഓഫ് എന്താ പറയുന്നത്, ഈ പ്ലെയിനും വി പിയും സൈഡ് ഇത് നമ്മൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടും എക്സ് ആറും അതേമാതിരി വൈ ആർ വരും. അത് നമുക്കറിയാമല്ലോ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതെങ്ങനെയുള്ളത്, ഇതാണ് നമ്മുടെ. അപ്പം ഇങ്ങനെയാണ് ലൈൻസ് ഉള്ളത്, ഇതേമാതിരി.
ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടില്ല കണ്ടോ. ഇതേമാതിരി. അപ്പോൾ ഇത് സൈഡ് വ്യൂ, വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുള്ള. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അപ്പോൾ ലൈൻ ഓഫ് ഇൻറ്റർ, അപ്പോൾ ഈ വി പിയും എക്സ് പിയും തമ്മിലുള്ള ഇതുണ്ടല്ലോ, ഇതാണ് ഇതിന് എക്സ് വൈ. അതേമാതിരി എക്സ് ആർ വൈ ആർ എന്ന് പറയുന്നത് ഇതാ ഇതിങ്ങനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഈ വി പി എച്ച് പി ഇത് എക്സ് വൈ ലൈൻ. അപ്പോൾ എ ഡാഷ് ഇവിടെ വരും, സ്മോൾ ട്രൈ ഇവിടെ വരും. ഇത് സൈഡ് വ്യൂ. അപ്പോൾ ഇതാണ് എന്ത് എക്സ് ആർ വൈ ആർ. ഈ കാണുന്ന ലൈനാണ് എക്സ് വൈ. ഇത് എക്സ് ആർ വൈ ആറും ഇത് എക്സ് വൈയും. അത്ര മാത്രം ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ഓഫ് ദ ഒബ്ജക്റ്റ് ഹാസ് ടു ബി കംസ് ഓൺ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്തൊരു എ ഡാഷ് ഏകദേശം എന്താ സ്മോൾ ട്രൈ ഡബിൾ ഡാഷ് ഇവിടെ വരും, ക്യാപിറ്റൽ ബി. അപ്പോൾ ഇവിടെ സ്മോൾ ബി ഡാഷ് വരും, ശരിയല്ലേ. അപ്പോൾ എ ഡബിൾ ഡാഷ് കിട്ടി, അതേമാതിരി ബി ഡബിൾ ഡാഷ് കിട്ടി. കാരണം എ ഡാഷ് അറിയാം, സ്മോൾ ട്രൈ ഡാഷ് അറിയാം, സ്മോൾ ട്രൈ ബി ഡാഷ് അറിയാം, സ്മോൾ ട്രൈയും സ്മോൾ ട്രൈ ബിയും അറിയാം. അപ്പോൾ സ്മോൾ ട്രൈനെ ഇവിടെ പോയിന്റ് ചെയ്യുമ്പോൾ സ്മോൾ ട്രൈ ഡബിൾ ഡാഷ് കിട്ടി. സ്മോൾ ട്രൈ ബിനെ ഇവിടെ പോയിന്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, ഇവിടെ സ്മോൾ ട്രൈ ബി ഡബിൾ ഡാഷ് വരും. സ്മോൾ ട്രൈ ബി ഡബിൾ ഡാഷ് വരിക, അങ്ങനെയല്ല. അതായത് ഈ സ്മോൾ ട്രൈയും എ ഡാഷും എയും ക്യാപിറ്റൽ ലെറ്റർ എ ക്യാപിറ്റൽ ലെറ്റർ ബി, അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ക്യാപിറ്റൽ ലെറ്റർ എ, ഇത് ക്യാപിറ്റൽ ലെറ്റർ ബി. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുമ്പോൾ ഇവിടെ ബി ഡാഷ് വന്നു, ക്യാപിറ്റൽ ലെറ്റർ എ ഇവിടെ എ ഡാഷ് വന്നു, ക്യാപിറ്റൽ ലെറ്റർ എ ആകുമ്പോൾ എച്ച് പി സ്മോൾ ലെറ്റർ എ വന്നു, ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുമ്പോൾ എച്ച് പി സ്മോൾ ലെറ്റർ ബി വന്നു. ഇനി അതേമാതിരി ഇതിനെ സൈഡ് വ്യൂ ആക്കുമ്പോൾ ഇവിടെ എ ഡബിൾ ഡാഷ് വരും, ഇവിടെ ബി ഡബിൾ ഡാഷ് വരും. അപ്പോൾ നമുക്ക് ഇവിടെ സ്ട്രൈറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ഈ സ്ട്രൈറ്റ് ലൈനും പിന്നെ നമ്മൾ ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ട്രൈറ്റ് ലൈൻ ക്യാപിറ്റൽ ലെറ്റർ എ ബി ആൻഡ് ദി ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അതായത് ഈ പ്ലെയിനും നമ്മൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇത് ഇവിടെ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ദിസ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ട്രൈറ്റ് ലൈൻ ക്യാപിറ്റൽ ലെറ്റർ എ ബി. അതായത് ഈ സ്ട്രൈറ്റ് ലൈൻ എ ബിയും അതേമാതിരി ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ 1, ഇത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ 2. ഈ രണ്ട് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ രണ്ട് പ്ലെയിൻ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ. അപ്പോൾ അതാണ് ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ 1ഉം പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ 2ഉം നമ്മൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ. ആ ലൈൻ ഓഫ് ഇന്റർസെക്ഷനും അതേമാതിരി ഈ ലൈൻ ഓഫ് ഇന്റർസെക്ഷനും ഈ ക്യാപിറ്റൽ ലെറ്റർ എ ബി എന്ന് പറയുന്ന ലൈനും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ഇതിനിടയിലുള്ള ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്, ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, ഇപ്പം ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് അവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണില്ലേ, ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ട്രൈറ്റ് ലൈൻ ക്യാപിറ്റൽ ലെറ്റർ എ ബി ആൻഡ് ദി ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതാ ഈ ഡിസ്റ്റൻസ്, ഇത് വി പി ഇത് എച്ച് പി ആണെന്ന് വിചാരിക്കും, ഇത് വി പി ഇത് എച്ച് പി, വി പി എച്ച് പി. അപ്പോൾ ലൈൻ ഇങ്ങനെ വെസ്റ്റ് ആവില്ല, ഇങ്ങനെ ബോത്ത് എച്ച് പി ആൻഡ് വി പി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ് ഉണ്ടാവുക, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും സൈഡ് വ്യൂവിൻ്റെ ഹെൽപ്പിലാണ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എക്സാമിന് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ എന്തായാലും സൈഡ് വ്യൂ കളിക്കണം, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ നോക്കുക, തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ആൻഡ് ഫൈ ഈക്വൽ ടു 30 ഡിഗ്രി. ക്യാപിറ്റൽ ലെറ്റർ എ ഡാഷ് ബി1 ഡാഷ് ഈസ് ഈക്വൽ ടു എ ബി2 ഈസ് ഈക്വൽ ടു 100 mm.
ക്യാപിറ്റൽ എ ഈസ് ഇൻ വി പി ഈസ് ഇൻ എച്ച് പി ആൻഡ് എൻ ഡി പി ഈസ് ഇൻ വി പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, എൻ ഡി എ ഈസ് ഇൻ എച്ച് പി എന്ന് പറയുമ്പോൾ എന്തായാലും ആ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ ആ പോയിന്റ് വി പിയിൽ നിന്നും ഒരു സർട്ടൻ ഡിസ്റ്റൻസ് എവേയിലാണ് ഉള്ളത്. സോ എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ ലൈനിൻ്റെ മേലെയും വരും. സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ ലൈനിൽ നിന്ന് അകലെയായിട്ട് വരും, ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അകലെയായിട്ട് വരിക. അതേപോലെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്ന പോയിന്റ് ഈസ് ഇൻ വി പി എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ, ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറഞ്ഞ പോയിന്റ് വെരി ക്ലോസ് ടു വി പി എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ ബി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് വൈ ലൈനിൻ്റെ മേലെയും സ്മോൾ ലെറ്റർ ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് വൈ ലൈനിൻ്റെ ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അവയിലാണ് വരിക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിന് മുന്നേ ഞാൻ പഠിച്ച 3D ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ട്രൂ ലെങ്ത്തും ഫൈയും എലിവേഷൻ, ട്രൂ ലെങ്ത്തും തീറ്റയും പ്ലാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു ലൈൻ വരച്ചു. തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ആംഗിൾ എടുത്തു. അപ്പോൾ 45 ഡിഗ്രി ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ. അപ്പോൾ ട്രൂ ലെങ്ത്തും തീറ്റയും പ്ലാൻ ലെങ്ത് കിട്ടും. പ്ലാൻ എന്ന് പറയുമ്പോൾ എ ബി. അതേമാതിരി ഇവിടെ എന്താ വരിക, ഇവിടെ ഫൈ. അപ്പോൾ ട്രൂ ലെങ്ത്തും ഫൈ ആകുമ്പോൾ എലിവേഷൻ പറയുമ്പോൾ എ ഡാഷ് ബി ഡാഷ്. ഇവിടെ ഫൈ ആയതുകൊണ്ട് എ ബി ടു അതുപോലെ ട്രൂ ലെങ്ത്. ഇത് ലോക്കസ്, ഇവിടെ ലോക്കസ്. അപ്പോൾ ട്രൂ ലെങ്ത് തീറ്റയും ഇവിടെ തീറ്റ ആകുമ്പോൾ എ ഡാഷ് ബി വൺ ഡാഷ്. ശരിയല്ലേ? അപ്പോൾ ഇനി പ്ലാൻ ലെങ്ത് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതിനാണ് ഈ എലിവേഷൻ ലെങ്ത് ഇവിടെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടും, ആൽഫ കിട്ടും. ഇത് 100 ട്രൂ ലെങ്ത് ആണ്. അതേമാതിരി ഈ പ്ലാൻ ലെങ്ത് ഇവിടെ കട്ട് ചെയ്താലോ നമുക്ക് കിട്ടും, ഇറ്റ് ഈസ് ബി ടിയും കിട്ടും. അപ്പോൾ ബി ടിയും ഫൈയും നിങ്ങൾ ഇതേമാതിരി വരച്ചിട്ട് മെഷർ ചെയ്യുക, എന്നാൽ പിന്നെ പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോ ആൽഫ വിൽ ബി ഗ്രേറ്റർ ദാൻ തീറ്റ ആൻഡ് ബീറ്റ ഓൾസോ വിൽ ബി ഗ്രേറ്റർ ദാൻ ഫൈ. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് വൈ ലൈൻ വരച്ചു. ഇതേ വായിപ്പാണ്, എന്നാലും നമുക്കൊരു കൊള്ളും, അല്ലെങ്കിൽ കൊള്ളില്ല. ഓക്കെ, ഇവിടെ എ ഡാഷ് ബി വൺ ഡാഷ് എ ബി വൺ എ ബി ടു എ ഡാഷ് ബി ടു ഡാഷ് എ ഡാഷ് ബി ഡാഷ് ബി ടു ഡാഷ് ബി ഡാഷായി മാറുന്നു. എ ബി വൺ ബി ആയി മാറുന്നു. ഇവിടുത്തെ ഒരു ആർക്ക്, ഇവിടുന്ന് സ്ട്രേറ്റ് ലൈൻ, ഇവിടുന്ന് സ്ട്രേറ്റ്, ഇവിടുന്ന് ഒരു ആർക്ക്. എ ഡാഷ് ബി ടു ഡാഷ് ഇസ് പാരലൽ ടു എക്സ് വൈ, എ ബി വൺ ഈസ് ഓൾസോ പാരലൽ ടു എക്സ് വൈ. അത് ആദ്യം ഓർമ്മിക്കുക. സോ ഡ്രോ വൺ എക്സ് വൈ ലൈൻ. പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ എ വരച്ചു. അപ്പോൾ നമ്മൾ ആദ്യ പ്രകാരം എന്തുവരും, ക്യാപിറ്റൽ എ ഈസ് ഇൻ എച്ച് പി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു എച്ച് പി. എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ എ ഡാഷ് വിൽ കം എക്സ് വൈ ലൈനിന് മേലെ. സ്മോൾ ലെറ്റർ എ എന്ന് പറയുമ്പോൾ ഇതിന് മേലെ എവിടെയോ ആയിട്ട് വരും, അത് എനിക്കറിയില്ല. ഓക്കെ, ഇനി 45 ഡിഗ്രി വിത്ത് എച്ച് പി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൊട്ടക്ടർ വെച്ചു. 45 ഡിഗ്രി ഞാൻ ആംഗിൾ എടുത്തു. എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു അല്ല. അതായത് ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, അതായത് ഇതേമാതിരി കണ്ടില്ലേ, ഒരു പോയിന്റ് എച്ച് പിയിലും മറ്റേ പോയിന്റ് വി പിയിലും ഉള്ളത്. അപ്പോൾ ഇംഗ്ലൈൻഡ് ബോത്ത് ഇതെവിടെ ഇങ്ങനെ ഉണ്ടാവുക ഈ ലൈൻ. അപ്പോൾ ഇത് ക്യാപിറ്റൽ ലെറ്റർ എ, ഇത് ക്യാപിറ്റൽ ലെറ്റർ ബി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒന്നിക്കൽ എന്ത് ചെയ്യണം, ഇത് ഏതെങ്കിലും ഒരു പ്ലെയിൻ വി പിക്ക് പാരലാക്കി വെക്കണം, എച്ച് പി ഇംഗ്ലൈൻഡ്. ഒന്നിക്കൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ബീനെ അവിടെ എനെ ഫിക്സ് ചെയ്തിട്ട് ബീനെ ഇങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ബീനെ ഫിക്സ് ചെയ്തിട്ട് എനെ നമുക്ക് ഇങ്ങനെയും കൊണ്ടുവരാം. രണ്ട് ശരിയാണ്. സോ ദാറ്റ് ഇറ്റ് ഈസ് പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി. അങ്ങനെ ആകുമ്പോൾ എ ഡാഷ് പി വൺ ഇവിടെ കിട്ടി. സ്മോൾ ലെറ്റർ എ ബി വൺ ഇത് മേലെ നോക്കിയിട്ട് താഴെ പ്രൊജക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ലോക്കസ് വരക്കുക. അതിന് ശേഷം എന്ത് ചെയ്യണം, ഇതിങ്ങനെ വെക്കുക. അതായത് മേലെ നോക്കുമ്പോൾ സ്മോൾ ലെറ്റർ ബി എ ടു അങ്ങനെ വരും. ഫ്രണ്ട് നോക്കുക ബി ടു ഡാഷ് ബി ഡാഷ് എ ടു ഡാഷ് കിട്ടും. എന്നിട്ട് താഴോട്ട് കണക്ക് വരക്കുക. അങ്ങനെയാണ് കിടക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്
ഇത് 2 ലെങ്ത് ആണെന്ന് മനസ്സിലായി. അപ്പോൾ സോ എ ഡാഷ് ബി വൺ ഡാഷ് ഇക്വൽ ടു എ ബി സി ഇക്വൽ ടു 100 ആണ്. അപ്പോൾ എ ഡാഷ് ഞാൻ ചെയ്തു ഒരു 100 mm ലെങ്ത് എടുത്തു. എത്ര 45 ഡിഗ്രി വിത്ത് എച്ച് പി എന്ന് പറയുന്നുണ്ട്. 45 ഡിഗ്രി എച്ച് പി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് തീറ്റയാണ്. 45 ഡിഗ്രി എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇത് ആൽഫയാണ്. 45 ഡിഗ്രി എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 mm ലോങ്ങാണ് വിച്ച് ഈസ് ഇൻക്ലൈൻഡ് എത്തുന്നെങ്കിൽ 45 ഡിഗ്രി എച്ച് പി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ ക്യാപിറ്റൽ എ ബി ആണ്. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ എ ബിയും തീറ്റ കാണുന്ന സമയത്ത് അതെന്തായിരിക്കും എ ഡാഷ് ബി വൺ ഡാഷ് അല്ലെങ്കിൽ എ ഡാഷ് ബി വൺ ഡാഷ് ആയിരിക്കും. ഒരിക്കലും എ ഡാഷ് ബി ഡാഷ് അല്ല. എ ഡാഷ് ബി ഡാഷ് ആണെങ്കിൽ ഇവിടെ 45 ഡിഗ്രി ടു എക്സ് വൈ എന്ന് പറയും. അപ്പോഴാണ് ഇത് എ ഡാഷ് ബി ഡാഷ് ആകുന്നത്. ഓക്കെ. അപ്പോൾ എ ഡാഷ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു 45 ഡിഗ്രി ആംഗിൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഇതിങ്ങനെ കൊണ്ട് വരച്ചു. സോ ദിസ് ഈസ് ദി പോയിന്റ് ബി വൺ ഡാഷ് ആൻഡ് ഇറ്റ് ഈസ് ദി ലോക്കസ് ഓഫ് ബി ഡാഷ്. ലോക്കസ് ഓഫ് ബി ഡാഷ്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത് 30 ഡിഗ്രി ടു വി പി. 30 ഡിഗ്രി ടു വി പി എന്ന് പറയുമ്പോൾ നമുക്കെന്ത് വേണം, നമുക്ക് ഈ സ്മോളർ എന്റെ വാല്യൂ നമുക്ക് കിട്ടണം. സോ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമുക്കിവിടെ ഇപ്പോൾ ട്രൂ ലെങ്ത്തും തീറ്റയും ഫൈ ഒക്കെ തന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് കിട്ടും, ട്രൂ ലെങ്ത്ത് കിട്ടി, തീറ്റ കിട്ടി, ഫൈ കിട്ടി, ആൽഫയും കിട്ടി, ബീറ്റയും കിട്ടി, എലിവേഷനും കിട്ടി, പ്ലാനും എല്ലാം കിട്ടി നമുക്ക്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നിക്ക് ബെസ്റ്റ് മെത്തേഡ്, ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട ഒരാവശ്യമില്ല, പെട്ടെന്ന് കിട്ടും ആൻസർ. ആ മറ്റേ ട്രയാങ്കിൾ മെത്തേഡ്, ഞാൻ മുന്നേ പറഞ്ഞ ട്രയാങ്കിൾ മെത്തേഡ് യൂസ് ചെയ്താൽ ആൻസർ പെട്ടെന്നായിട്ട് കിട്ടും. അല്ലെങ്കിൽ വലിയ വിലക്കിടാം കിട്ടും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ വേണ്ടി കുറച്ച് നിങ്ങൾക്ക് വിഷമമായിട്ട് തോന്നും. സോ ദിസ് ഇസ് ദി എക്സ് വൈ ലൈൻ, ദിസ് ഇസ് പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എ. സോ ഐ ഓൾറെഡി ടോൾഡ് ദിസ് ഇസ് ദി പോയിന്റ് സ്മോൾ ലെറ്റർ എ ഡാഷ്. എ എന്ന് പറയുന്ന പോയിന്റ് താഴെ എവിടെയായിട്ട് വരും, അതവിടെ നിൽക്കട്ടെ. നമുക്ക് എലിവേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എലിവേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ആൽഫ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആ ട്രയാങ്കിൾ വെക്കുമ്പോൾ. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ആ ട്രയാങ്കിളിൻ്റെ ആൽഫ ആംഗിൾ എടുത്തിട്ട് നമ്മൾ വരക്കുക. അപ്പോൾ ബി ആൽഫയും കിട്ടി, എലിവേഷനും. സോ ദിസ് ഇസ് ദ പോയിന്റ്, സപ്പോസ് ഇറ്റ് ഈസ് ബി ഡാഷ് എന്ന് വിചാരിക്കും. സോ ദിസ് ഈസ് ലോക്കസ് ഓഫ് സ്മോൾ ലെറ്റർ ബി ഡാഷ്. അങ്ങനെയാണ് ബി വൺ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇതിന് മേലെ എവിടെയായിട്ട് വരും. സോ ദിസ് ഇസ് ദി ആംഗിൾ ആൽഫ. ആ ആംഗിൾ ഇവിടെ എഴുതുക. ഇനി താഴെ പ്രൊജക്ട് ചെയ്യുക. പിന്നെ നമുക്കറിയാം ബി ഡാഷ് ബിയും എപ്പോഴും ഒരേ സ്ട്രേറ്റ് ലൈനിൽ വരിക, എ ഡാഷ് ബിയും എപ്പോഴും ഒരേ സ്ട്രേറ്റ് ലൈനിലാണ് വരിക, ഉറപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇറ്റ് ഈസ് ഇൻ വി പി എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ഇൻ വി പി, വെരി ക്ലോസ് ടു വി പി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താ വരിക, സ്മോൾ ലെറ്റർ ബി വിൽ കം ഓൺ എക്സ് വൈ ലൈൻ, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ ബി ഈസ് ഇൻ വി പി എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ, ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്ന പോയിന്റ് വി പിന്റെ മേലെ തന്നെയാണ് ഉള്ളത്, അതായത് എച്ച് പിയിൽ നിന്ന് വളരെ അകലെയാണുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ ലൈനിലും സ്മോൾ ലെറ്റർ ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ ലൈനിന് മേലെ വരിക കേട്ടോ. ഇത് എക്സ് വൈ ലൈനിന് മേലെ, സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ ലൈനിൽ വരിക. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി എനിക്ക് പെട്ടെന്ന് തിരിയുമെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് വിഷമം ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് വേണമെന്ന് വിചാരിച്ചാൽ പോയോ നിങ്ങൾ ആ മറ്റേ ഇതിന് മുന്നേ ഞാൻ വരച്ചിട്ടുള്ള ആ 3D സ്റ്റൈലിലുള്ള വി പി എച്ച് പി പ്രൊഫൈൽ പെയിനൊക്കെ വരച്ചിട്ട് വേണം നിങ്ങൾ സ്മോൾ ലെറ്റർ ബി ഡാഷ് ഏകദേശം എവിടെ വരും, സ്മോൾ ലെറ്റർ ബി ഏകദേശം എവിടെ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നുകൂടി വരയ്ക്കുകയാണ്, നമ്മുടെ ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും കിട്ടി. അപ്പോൾ ആ സ്ഥിതിക്ക് ഇത് പെട്ടെന്ന് വരക്കാൻ പറ്റും ആ ട്രയാങ്കിൾ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്. ആ ട്രയാങ്കിൾ മെത്തേഡ് യൂസ് ചെയ്തില്ലെങ്കിൽ വരക്കാടാണ്. അപ്പോൾ അതുകൊണ്ട് ട്രയാങ്കിൾ മെത്തേഡ് പഠിക്കുക. സോ ദിസ് ഇസ് എക്സ് വൈ ലൈൻ, പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എ. So this is the point small letter a dash. Small letter a will come in somewhere in between here below. അതവിടെ നിൽക്കട്ടെ. സോ ഇവിടെ ആൽഫ നമുക്കറിയാം, ആൽഫ ഡിഗ്രി ആംഗിൾ എടുത്തു. സോ ദിസ് ഇസ് എ ഡാഷ് ബി ഡാഷ്, ദിസ് ഇസ് ലോക്കസ് ഓഫ് ബി ഡാഷ്. സോ ബി വൺ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എവിടെയായിട്ട് വരും, അതവിടെ വന്നോട്ടെ. നമുക്കറിയാം പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. സോ ബി വൺ എ ഡാഷ് ഇവിടെ, ബി ഡാഷ് ഇവിടെ. ക്യാപിറ്റൽ ലെറ്റർ ബി ഈസ് ഇൻ വി പി എന്ന് പറയുമ്പോൾ B dash is in VP, very close to VP. എന്ന് പറയുമ്പോൾ small letter B dash will come away from XY. XY is ഒരു certain distance away. Small letter B dash, small letter B will come on XY. അതുകൊണ്ട് XY തന്നെ വരും. മാത്രമല്ല പ്ലാൻ ലെങ്ത് നമുക്കറിയാം, സ്മോൾ ലെറ്റർ എ ബി നമുക്ക് ആ ട്രയാങ്കിൾ മെത്തേഡിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഇവിടുത്തെ സെൻറ്റർ ആക്കിയിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, സ്മോൾ ലെറ്റർ എ ബി, അത് എ ബി എന്ന് പറയുന്ന വാല്യൂ അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എലിവേഷനും കിട്ടി, പ്ലാനും കിട്ടി. സോ ദിസ് ഇസ് ദി ആംഗിൾ beta, or else we can say that this is the angle beta. That is ശരിയാണ്. അങ്ങനെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഇതെന്താ വരും, എ ഡാഷ് ബി ഡാഷ് എ ബി. സോ ദിസ് ഈസ് ദി ലോക്കസ് ഓഫ് ബി. അപ്പോൾ ബി കൊമ ബി ടു
അല്ലേ? അപ്പോൾ B2 എന്ന് പറയുന്ന പോയിന്റ് ഇതിൻ്റെ മേലെ എവിടെയായിട്ട് വരും നോക്കാം. ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത് നമുക്ക്? അപ്പോൾ ഫൈ കിട്ടി, തീറ്റ കിട്ടി, ആൽഫ ഓക്കെയാണ്, B2 ഓക്കെയാണ്, എലിവേഷൻ ഒക്കെ പ്ലാനാണ്. പിന്നെ ടൂ ലെങ്ത് എടുത്ത് ടൂ ലെങ്ത് മീൻസ് A ഡാഷ് B1 ഡാഷ്. അത് A ഡാഷ് സെൻറ്റർ ആക്കി B1 ഡാഷ് കട്ട് ചെയ്യാം. സപ്പോസ് ഏകദേശം ഒരു എവിടെ തൊട്ട് വരും? നമുക്ക് ഇവിടെ തൊട്ട് എടുക്കാം. സോ ദിസ് ഈസ് A ഡാഷ് B1 ഡാഷ്. So this is the angle theta and this is the angle alpha. Okay. അപ്പോൾ A dash B1 കഴിഞ്ഞപ്പോൾ A B1 ആണ് വരണ്ടേ. ഇതാണ് A. B1 വരിക ഇവിടുത്തെ സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ടേക്ക് വരക്കുക. എന്നിട്ട് A B1 B1 താഴോട്ടേക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി ഇവിടെ നേരെ ഇങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് കിട്ടി B1 കിട്ടി. ഇനി B1ന് നമുക്ക് വേണം A B1 കിട്ടി കഴിഞ്ഞില്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കൺസിഡർ A B2. സ്മോൾ ലെറ്റർ A ഇവിടെ ഉണ്ട്. B2 ലെങ്ത് നമ്മൾ എടുക്കുക. ഇതാണ് B,B2 ഈ ലൈനിലാണ് വരിക. B ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് സെൻറ്റർ ആക്കിയിട്ട് ഇവിടുന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇവിടെ തൊട്ട് വരും. സോ ദിസ് ഈസ് A B2 ആൻഡ് ഈ A B2 അതേമാതിരി ഇത് 5 വരും. ഇത് 5 ആകുമ്പോൾ ഇതും ആംഗിൾ ആകുമ്പോൾ ഇതും എടുത്താൽ ഇത് വരും. 5 തന്നെ വരും. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടി A dash B dash സ്മോൾ ലെറ്റർ A B A dash B1 dash ഇനി A B2. ഓക്കെ. അപ്പോൾ A dash B1 dash വരച്ചു, A B1 കിട്ടി. അതേമാതിരി A B2 വരച്ചു. ഇനി A dash B2 dash ഇവിടെ എന്താ വേണ്ടത്? ഇതിന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യാം. ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക. അപ്പോൾ B2 dash ഒരേ പോയിന്റിലാണ് വരിക. സോ B2, B2 dash both will come on the same point. അപ്പോൾ അങ്ങനെ ഇതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇത് രണ്ട് ബാക്കിയുള്ളത്. ഇനി A B കിട്ടണമെങ്കിൽ സ്മോൾ ലെറ്റർ A B1 എന്നൊരു ആർക്ക്, ഇത് സ്മോൾ ലെറ്റർ A, ഇത് സ്മോൾ ലെറ്റർ B1, ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് റേഡിയസ് എടുത്തിട്ട് ഒരു ആർക്ക് വരക്കും. ആ ആർക്ക് എവിടെ വരണം? ഇതാ കൃത്യമായിട്ട് വരച്ചാൽ ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് വരും, ഈ പോയിന്റിലേക്ക് വരും. അപ്പോൾ അതോടുകൂടി സ്മോൾ ലെറ്റർ A B. ഇനി A dash B dash ഇട്ടാണോ? A dash B2 dash ഇട്ടാണോ? അപ്പോൾ ഇത് സെൻറ്ററാക്കി ഇത് റേഡിയസ് നേരെ ഒരു ആർക്ക് വരച്ചാൽ കൃത്യമായിട്ട് ഇവിടെ മുട്ടണം. ഇനി എനിക്ക് മുട്ടുന്നില്ലെങ്കിൽ ഫ്രീ ഹാൻഡ് സ്കെച്ചിൽ നല്ല നീറ്റിൽ ആർക്കും തിരിയാത്ത വിധത്തിൽ ഇവിടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ജോയിൻ ചെയ്യിക്കുക. ഓക്കെ. അപ്പോൾ ഇത് A dash B1 dash വരച്ചു, ഇങ്ങോട്ട് വരച്ചു. നെക്സ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു. സിമിലർലി A B2 A dash B2 dash then A dash B dash. അപ്പോൾ ഇതോടുകൂടി ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൈഡ് വ്യൂ വരക്കലാണ്. സൈഡ് വ്യൂ വരക്കുന്ന സമയത്ത് എവിടെയാണ് A dash B dash അത് മനസ്സിലാക്കുക. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഓഫ് VP ആൻഡ് HP. അപ്പോൾ ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അവയിൽ നമ്മൾ എന്ത് വേണം? XR YR ഇത് പഠിച്ചിട്ട് XR YR. ലെഫ്റ്റ് സൈഡ് വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് ഹാസ് ടു ബി കംസ് ഓൺ റൈറ്റ് സൈഡ് ഓഫ് ദി പ്രൊഫൈൽ പ്ലെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. എന്നിട്ട് വേണം ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ A B A dash B dash സ്മോൾ ലെറ്റർ A B മാത്രം എടുക്കുക. ഇവിടെ A dash B dash ഉണ്ട്, ഇവിടെ സ്മോൾ ലെറ്റർ A B ഉണ്ട്. ഇനി ഈ സ്മോൾ ലെറ്റർ ഇവിടുന്ന് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് വരക്കുക. 45 ഡിഗ്രി ആംഗിളിൽ. അപ്പോൾ ഇത് XY ലൈനാണ്, ഇത് XR YR, ഇത് VP, ഇത് HP, ഇത് പ്രൊഫൈൽ പ്ലെയിൻ PP. കുറച്ച് ഇങ്ങോട്ട് എഴുതുക. ഇവിടെ ദിസ് ഈസ് PP. ഇനി വരയ്ക്കുന്ന സമയത്ത് സ്മോൾ ലെറ്റർ A, സ്മോൾ ലെറ്റർ B, സ്മോൾ ലെറ്റർ A dash, സ്മോൾ ലെറ്റർ B dash ഈ 4 പോയിന്റ് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്മോൾ ലെറ്റർ A എന്ന് പറയുന്ന ലൈൻ നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ഒരു തിൻ ലൈൻ കൺസ്ട്രക്ഷൻ ലൈൻ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അതിവിടെ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഞാൻ മേലോട്ട് പോകും. സോ ദിസ് ഈസ് സ്മോൾ ലെറ്റർ A. ഇനി സ്മോൾ ലെറ്റർ B എന്ന് പറയുന്ന പോയിന്റ് എവിടെയുള്ളത്? ഇതാ ഇത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടത്തേക്ക് പോകും. സോ ദിസ് ഈസ് സ്മോൾ ലെറ്റർ B. ഇനി സ്മോൾ ലെറ്റർ A dash എന്ന് പറയുന്ന പോയിന്റ് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടെ കട്ട് ചെയ്യും. സ്മോൾ ലെറ്റർ A dash എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, അപ്പോൾ സ്മോൾ ലെറ്റർ A dash എന്ന് പറയുന്ന പോയിന്റ് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി ഇതിങ്ങനെ വന്നിട്ട് ഇതിലൂടെ വിട്ട് ഈ മേലോട്ടൊക്കെ വരച്ച് ഈ ലൈനിൽ ക്രോസ് ചെയ്യും ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇവിടെ പോയിന്റ് കിട്ടും. ഈ പോയിന്റാണ് A ഡബിൾ ഡാഷ്. അതേപോലെ സ്മോൾ ലെറ്റർ B എന്ന് പറയുന്ന ലൈന് എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടുത്തെ ഇത് മേലോട്ടേക്ക് പോയി. അതേപോലെ ഇവിടെ B dash ഉണ്ട്, അത് നേരെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു അത് ഇതിനെ ക്രോസ് ചെയ്തു ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? B ഡബിൾ ഡാഷ് കിട്ടി. അങ്ങനെ നമുക്ക് A ഡബിൾ ഡാഷും B ഡബിൾ ഡാഷും കിട്ടി. ഇനി ഇതിനെ ജോയിൻ ചെയ്യാം. ഓക്കെ. ഇതാണ് നമുക്ക് സൈഡിൽ നിന്ന് കാണുന്ന ലൈൻ.
We have to find out the shortest distance between the straight line capital letter AB and the line of intersection of plane of projection. ഇതാണ് ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന സംഗതി. ഇതാണ് ഇത് ഇങ്ങനെയുള്ള സംഗതി നമ്മളെ ഇതേമാതിരി. ഇതാണ് ഇപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത്. അതായത് ബി പി എസ് പി ഇപ്പോൾ ഇവിടെ വരച്ചു. ഈ കാണുന്ന ഫിഗർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ലൈൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ലൈനിനെ നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് നമ്മൾ ഇവിടെ വരക്കാൻ പോകുന്നത്. ഈ വ്യൂ, ഈ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഈ കാണുന്ന ലൈനും ഈ ഇൻ്റർസെക്ഷൻ ഉണ്ടല്ലോ, ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ലൈൻ വെച്ചാൽ ഇതാണ് വി പി, ഇത് എച്ച് പി. അപ്പോൾ അതിൻ്റെ സൈഡ് വ്യൂയിലേക്ക് മാറ്റുമ്പോൾ ഇത് ജസ്റ്റ് ഇതേ ലൈൻ തന്നെ ഇങ്ങനെ ആക്കിയിട്ടൊരു അവസ്ഥ ഇപ്പോൾ ഉള്ളത് കണ്ടോ. ഇങ്ങനെ അത് ഈ അവസ്ഥ ഇതാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇവിടെ മുതൽ ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ആ ഗ്യാപ്പിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് ഇവിടെ നിങ്ങോട്ടൊരു ഡിസ്റ്റൻസ് അതാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഈ ഇൻ്റർസെക്ഷൻ ഓഫ് ഇത് ഈ കാണുന്ന ഇതാ കാണേണ്ടത്. അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതിന് ഇങ്ങനെയൊക്കെ മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ ഒരു പെയിൻ വെച്ചിട്ട് അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിന് അങ്ങോട്ടേക്ക് തിരിക്കുക, അങ്ങനെ ചെയ്യാം. അതിൻ്റെ ഇത് മതി. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇനി എന്ത് ചെയ്യണം? ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ട്രെയിറ്റ് ലൈൻ ക്യാപിറ്റൽ ലെറ്റർ എ ബി ആൻഡ് ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഈ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ സംഗതി ഏതാ? അതാണ് ഇപ്പം പറഞ്ഞത്. എന്താ ഇതിങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ വെച്ചല്ലോ. അപ്പോൾ ഇതാണ് ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ. ബി പിയും എച്ച് പി നമ്മൾ ഈ ഇന്റർസെക്ഷൻ ഇത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ എത്ര വരും? ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, അവിടുത്തെ ഒരു 90 ഡിഗ്രി ലൈൻ എടുക്കുക ഇങ്ങനെ. എന്നിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ റോളർ സ്കെയിൽ ഉണ്ടാവും. ഈ റോളർ സ്കെയിൽ വെച്ചിട്ട് ഈ കാണുന്ന ലൈന് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തിട്ടാകുമ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യുക. സോ ദിസ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് നിങ്ങളുടെ മെഷർ ചെയ്ത് എടുക്കുക. സപ്പോസ് ഇത് ഓരോരു പോയിന്റ് ആണെങ്കിൽ ഇതിന് ഒ പി ഡബിൾ ഡാഷ് എന്നും കൊടുക്കുക. സൈഡിൽ മൊത്തം ഡബിൾ ഡാഷ് എഴുതുക. അപ്പോൾ ഒ പി ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇത്ര മില്ലിമീറ്റർ. ഇത്ര മില്ലിമീറ്ററാണ്. അപ്പോൾ 85 ആണ് 85. അങ്ങനെ അത് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. സോ ദിസ് ആംഗിൾ ഈസ് ഇത് ഇവിടെ വരുമ്പോൾ 90 ഡിഗ്രി. പിന്നെ നമുക്ക് നമുക്ക് ഗിവൺ ഡാറ്റാസ് വെച്ചിട്ട് ഇത് ഗിവൺ ഫോർ ആംഗിൾ ഈസ് ഗിവൺ. സോ ദിസ് ഈസ് 100 എന്ന് എഴുതുക. പിന്നെ തീറ്റയും 5 എഴുതുക. Once you complete this figure, you have to write here all dimensions are in mm. Then ഇവിടെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് phi alpha is equal to this much degree, beta equal to ഇത്ര, p dash q dash a dash b dash is equal to ഇത്ര, small letter a b is equal to ഇത്ര, a double dash b double dash is equal to ഇത്ര. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.